കസ്റ്റംസ് പറയുന്നത് ഇത്തരത്തിൽ ഒന്നുകിൽ ഭൂട്ടാനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്തായാലും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നിലവിൽ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദുൽഖറിൻ്റെ വാഹനങ്ങളുടെ രേഖകൾ അത് എത്രത്തോളം കൃത്യമാകാൻ സാധ്യതയുണ്ട്? അതിലൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ടാണോ ദുൽഖർ കോടതിയെ സമീപിക്കുന്നത്? എവിടെയാണ് ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ കൃത്യമായി കിടക്കുന്നത്? ദിവിഷ, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പിടിച്ചെടുത്തിരിക്കുന്ന പല വാഹനങ്ങൾക്കും നമ്മുടെ നാട്ടിൽ നിയമപ്രകാരമുള്ള രജിസ്ട്രേഷനുകൾ കിട്ടിയിട്ടുണ്ട് എന്നതാണ്. ആ രജിസ്ട്രേഷനുകൾ സമ്പാദിച്ചിരിക്കുന്നതാണ് ഈ കസ്റ്റംസിന്റെ ആരോപണ പ്രകാരമാണ് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കേസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് വ്യാജരേഖകൾ ചമച്ച് ഇവിടെ രജിസ്ട്രേഷൻ എടുത്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ അതിൽ ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിലെ നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് 3 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് നിയമ തടസ്സമുണ്ട്. അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ദുൽഖറിന്റെ കൈവശമുള്ള വാഹനത്തിന് എത്ര പഴക്കമുണ്ട്, അതെന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ നിയമപ്രകാരമുള്ള നിരോധനം ഉണ്ടാകുന്നതിന് മുൻപാണോ അതിന് ശേഷമാണോ കൊണ്ടുവന്നിരിക്കുന്നത്, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ നിയമ നടപടികൾ സ്വാഭാവികമായും ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ കേസിന്റെ വസ്തുതകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ നിയമ നടപടികളിലൂടെ സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി അമിത് ചക്കാലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഇതിന്റെ മുൻ ഓണേഴ്സിനെ കുറിച്ച് പഴയ വാഹനം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണെങ്കിൽ തന്നെ ഇതെല്ലാം നിയമവിരുദ്ധമായി മാറി. അപ്പോൾ അതെങ്ങനെ അതിന് രജിസ്ട്രേഷൻ നേടി? അപ്പോൾ ഇതൊരു വലിയ ശൃംഖലയായിരിക്കുമല്ലോ. ഇവർ നേരിട്ട് അറിഞ്ഞിട്ടാണോ, ഇവരെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ കബളിപ്പിച്ചതാണോ, ഇതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ദുൽഖർ ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചാലും കോടതിക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരണ്ടേ? അപ്പോൾ കൂടുതൽ സമയം എടുക്കും അല്ലേ? തീർച്ചയായും ഇതിനകത്ത് കസ്റ്റംസിന് പറയാനുള്ളത്, കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന വിശദാംശങ്ങൾ അത് പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ കസ്റ്റംസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിലാണെങ്കിലും അദ്ദേഹം സാധാരണ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ദീർഘമായ ഒരു വാർത്താ സമ്മേളനം തന്നെ നടത്തുകയും അതിന്റെ വിശദാംശങ്ങൾ കസ്റ്റംസ് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന, അതായത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്ന് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതാണ്. അപ്പോൾ എങ്ങനെ ഇതിന് രജിസ്ട്രേഷൻ നടത്താൻ കഴിഞ്ഞു, ഇതിന് പിന്നിലുള്ള ഗ്യാങ്ങുകൾ ആരൊക്കെ, ആ തലത്തിലേക്കാണ് ഇപ്പോൾ കസ്റ്റംസിന്റെയും അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഏതൊക്കെ വാഹനങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്താകെ 1000-ലധികം വാഹനങ്ങൾ വന്നിട്ടുണ്ട് എന്നൊരു കണക്കുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലേതാണ്ട് 150-നും 200-നും ഇടയ്ക്ക് വാഹനങ്ങളാണ് കേരളത്തിൽ ഓടുന്നതായി പറയുന്നത്. അപ്പോ ഈ വാഹനങ്ങൾ ഓരോന്നും കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ വളരെ ഊർജിതമായ അന്വേഷണം വേണ്ടിവരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം ആ വാഹനത്തിന്റെ രേഖകളടക്കം ആ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ആ കോടതി കൂടി പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുക. എന്തായാലും ഇതിൽ വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ് പല വാഹനങ്ങളും ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ അവർ കോടതിയെ അറിയിക്കുകയും ചെയ്യും. ബിനിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 വർഷത്തിൽ ഏറെ പഴക്കമുള്ള വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല. പിന്നെ വിന്റേജ് കാറുകളുടെ ഗണത്തിലാണെങ്കിൽ അത് ജനുവരി 1950 ജനുവരി 1-നും മുമ്പ് നിർമ്മിച്ചതാണെങ്കിൽ അതിന് വ്യത്യസ്തമായ നിയമപരമായ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ വാഹനങ്ങൾ അത്രയും പഴക്കമുള്ളതാണോ എന്നും അറിയില്ല. ആദ്യ നോട്ടത്തിൽ നമുക്ക് ഈ 3 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു നിയമപ്രശ്നം ഇതിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ്. കസ്റ്റംസ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? കസ്റ്റംസ് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണോ ഈ ഘട്ടത്തിലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്? കസ്റ്റംസ് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഒരു സങ്കീർണമായ ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരുപാട് വിന്റേജ് വാഹനങ്ങൾ പലരുടെയും കൈവശമുണ്ട്. പലരും ഇത് ഈ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ് എന്ന അറിവോടുകൂടി വാങ്ങിയവർ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ അങ്ങനെ അറിവില്ലാതെ വാങ്ങിയവരും ഉണ്ടാകാം. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ നെല്ലും പതിരും തിരിച്ചറിയുക എന്നത് തന്നെയാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായും ആരൊക്കെയാണ് ഇതിന്റെ ഈ റാക്കറ്റിന്റെ ഭാഗമായിട്ടുള്ളത്, ഇടനിലക്കാരായിട്ടുള്ളവർ ആരൊക്കെ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കള്ളക്കടത്ത് വാഹനങ്ങൾ, അതായത് വാഹനങ്ങൾ കള്ളക്കടത്ത് നടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ വാഹനങ്ങൾ ഒരു കേസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റംസിന് അത് പിടിച്ചെടുക്കാനും കഴിയും, മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനും കഴിയും. അപ്പോ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്ന വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് ആദ്യം കസ്റ്റംസിന് തെളിയിക്കേണ്ടി വരും. ഇത് വ്യാജരേഖകൾ ചമച്ച് രജിസ്റ്റർ ചെയ്തതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ആ നടപടികളൊക്കെ നടത്തേണ്ടത് കസ്റ്റംസ് തന്നെയാണ്. അത്തരത്തിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു നിയമ നടപടി കൂടിയായിട്ട് ഈ കേസ് മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ പിടിച്ചെടുത്തതിനെതിരെ ദുൽഖർ സൽമാൻ നേരിട്ട് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ബിന്നിൽ ഇപ്പോൾ ഏകദേശം ഒരു 125% ടാക്സ് ആണ് ഇത്തരം വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ വാഹനത്തിന്റെ എത്രയോ ഇരട്ടി തന്നെ പണം നൽകേണ്ടി വരും. മറ്റ് ടാക്സുകളും ഒക്കെ ആകുമ്പോൾ വലിയ തുക വരും. അതൊക്കെ വെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നാണെങ്കിലും ഒക്കെ ഈ കടത്ത് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു വലിയ ശൃംഖലയാണ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കസ്റ്റംസിന് പോകണം.